ഞാൻ വിളിച്ചതേ ജയചന്ദ്രൻ അളിയനെ. ആ ഈ ചെറിയ അളിയൻ എന്നെ നോക്കുന്നത് പിശാച് കുരിശ് കാണുന്ന പോലെയാ. ആ അതങ്ങനെ തന്നെ, യാതൊരു സംശയം വേണ്ട. വഴിമാറും. ഞങ്ങള് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയതാ, തടസ്സപ്പെടുത്താൻ നിൽക്കണ്ട. എടീ, കേരളം ഭരിക്കാനുള്ളവരുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാടി ഉള്ളത്? നിനക്ക് എത്ര വർഷം പൊതുരംഗത്ത് പ്രവർത്തിച്ചതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടടി? നിനക്കൊക്കെ പൊതുജനങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു സ്റ്റേജിൽ കയറി 10 വാക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടോ? പൊതുവായിട്ടൊരു പ്രശ്നം വരുമ്പോ അത് മാന്യമായിട്ട് പരിഹരിക്കാനുള്ള കഴിവുണ്ടോ നിനക്ക്? ക്രൈസിസുകൾ വരുമ്പോ പതറാതെ നിൽക്കാനുള്ള ഒരു കറേജ് ഉണ്ടോ ശ്രീലക്ഷ്മിക്ക്? കോൺഫിഡൻസ് ഉണ്ടോ? ഇതൊക്കെ പോട്ടെ, ക്ഷമയുണ്ടോ? സഹനശക്തി ഉണ്ടോ? നേരുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തില് ഒരു നെറിയുണ്ടോ? എന്റെ ദൈവമേ, ഈ അളിയനും അളിയത്തിയും പുലികളാണല്ലോ. A true political leader is not made by power, but by the trust of the people. You need vision to see ahead, courage to stand alone, and the strength to carry everyone with you. അതെ അതെ. സബാഷ്. ആടി ജയേട്ട കൈ. ഈ നിൽക്കുന്നതേ 4 നൂറ്റാണ്ടോളമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കേരളം കണ്ട ഏറ്റവും മഹാന്മാരിൽ ഒരാളായ പ്രതാപവർമ്മയുടെ മകളാ എന്റെ ഭാര്യ ഋതിക വർമ്മ. ഈ വരുന്ന ഇലക്ഷനിൽ മത്സരിക്കാൻ ഞങ്ങൾ എല്ലാവരും ഋതുവിന്റെ കാല് പിടിച്ചു. പക്ഷെ ഋതു ഇലക്ഷനിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ നീ ജനിപ്പിച്ച അമ്മയും ഓമനിച്ച് വളർത്തിയ അച്ഛനെയും സ്നേഹം മാത്രം തന്ന് വളർത്തിയ ഈ ഞങ്ങളെ ഒക്കെ അവഗണിച്ച് ഇലക്ഷന് മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ഈ ഇലക്ഷനില് ദൈവം നേരിട്ടിറങ്ങി വന്ന് നിന്നെ പൊട്ടിക്കും. വേണ്ട, നീ 8 നിലയ്ക്ക് പൊട്ടാനുള്ളൊരു ബോംബെ നീ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. നിന്റെ അമ്മായിയമ്മ. അവരെ അറിയുന്ന ഈ നിയോജക മണ്ഡലത്തിലെ നായ പോലും കുറച്ചുകൊണ്ട് വരും നിന്നെ കടിക്കാൻ. തീർന്നോ? തൽക്കാലം ഇത്രയും മതി. ഇവനുള്ള മറുപടി ഞാൻ കൊടുക്കാം.